എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്നത്തെ കൈഡി നമുക്ക് എന്തായാലും വേങ്ങാർ മൂടിൽ മനുഷ്യന്മാർക്ക് കൊടുക്കാം. മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വിവേകമുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യന്മാർ എന്ന് വേണം അടിവരയിട്ട് പറയാൻ. കാരണം എന്താണെന്നല്ലേ, കേരളത്തിൻ്റെ പുതിയ നവോത്ഥാന നായകൻ ഏകദേശം മഹാത്മാ അയ്യങ്കാളിയോട് തോളോട് തോളി ചേർന്ന് നിൽക്കാൻ യോഗ്യതയുള്ളവൻ. പിന്നെ കേരള സർക്കാരിൻ്റെ പൊതുപരിപാടികൾ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി റാപ്പ് സദ്യയൊരുക്കിയവൻ, രാമനെ അറിയാത്ത രാവണനെ അറിയുന്ന മാറാടും തലശ്ശേരിയും 1921 ഗോദ്രയും കാശ്മീർ പണ്ഡിറ്റുകളെയും കാണാൻ കഴിയാതെ പാലസ്തീനികളുടെയും യാസർ അറാഫത്തിൻ്റെയും വാക്കുകൾ ഒരു മന്ത്രമായി അരങ്ങിൽ പിറുപിറുക്കുന്നവൻ, കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവൻ, ഈ വർഷം ഏറ്റവും നല്ല വരികൾക്കും പാട്ടുകൾക്കും അവാർഡ് നേടിയവൻ, എല്ലാത്തിനുമുപരി ഒന്നിലധികം പീഡന കേസിൽ പ്രതിയായവൻ വേങ്ങാറുമൂടിൽ ഒരു സംഗീത പരിപാടി നടത്തുകയുണ്ടായി. പക്ഷേ എന്നിട്ടെന്താ കഥ? വേടൻ്റെ ഊടായ്പ പാട്ട് കേൾക്കാൻ വേങ്ങാറുമൂടിൽ ശ്രോതാക്കൾ ഇല്ലായിരുന്നത്ര. അരങ്ങിനു മുന്നിൽ ഒഴിഞ്ഞ ഗ്രൗണ്ടും വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് സംഘാടകരുടെയും വേടൻ്റെ ശിങ്കിടികളുടെയും കാറുകൾ മാത്രം. വേടൻ വലിയ എന്തോ ഒരു സംഭവം എന്ന രീതിയിലായിരുന്നു കമ്മികളുടെയും സൂടാപ്പുകളുടെയും തള്ളൽ. വേടൻ എന്ന ഹിരൺദാസ് മുരളി കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ വേടൻ അവൻ്റെ കറുപ്പിലും ജാതിയിലും അഭയം പ്രാപിച്ചുകൊണ്ട് ഇരവാദം പറഞ്ഞു മോങ്ങി. പീഡന കേസുകളാണെങ്കിലോ മാപ്പിലെങ്ങും ഒതുക്കി. എന്നാൽ ഹിരൺദാസ് മുരളി എന്ന വേടനെ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വേങ്ങാർ മൂടിലെ മലയാളികൾ ജനങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചത്. വേദിക കമ്മ്യൂണിക്കേഷൻസും ഗ്രീൻ പാർക്ക് ഈവൻറ്റും ചേർന്നാണ് വീര മ്യൂസിക് നെറ്റ് എന്ന സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. പതിവ് പോലെ തന്നെ ടിക്കറ്റ് വെച്ചായിരുന്നു വേടൻ്റെ ഊടായ്പ പരിപാടി. ആൾക്കാരുടെ പൊതുജനങ്ങളുടെ തള്ളിച്ച മാനിച്ച് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കഞ്ചാവ് വേടനെ വാനോളം പുകഴ്ത്തി എ റഹീമും അതുപോലെ തന്നെ വാമനപുരം MLA DK മുരളിയും വേടൻ്റെ പരിപാടിക്ക് ആശംസകളുമായി വന്നപ്പോൾ എന്തോ ഒരു വലിയ ഇതാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി. വേങ്ങാറുമൂടിലെ വേടൻ്റെ പാട്ടും വേടനെയും ഹൃദയത്തിലേറ്റുമെന്നാണ് A റഹീമിൻ്റെ അവകാശവാദം. ആശംസകൾ. അതിന് എല്ലാവരും റഹീമോ അല്ലെങ്കിൽ കമ്മികളോ സൂടാപ്പികളോ അല്ലല്ലോ റഹീമേ, വേടനെ വെറുതെ ഹൃദയത്തിലേറ്റാൻ. എന്തൊക്കെയായിരുന്നു കേരളത്തിൻ്റെ പുതിയ നവോത്ഥാന നായകൻ, തലപ്പാവ്, വില്ലുവണ്ടി, ഓൻ്റെ പാലസ്തീൻ്റെ പതാക ഇപ്പം എന്തായി? പവനായി, ശവമായി. ഒരു കഞ്ചാവ് കേസിലെ പ്രതി, ഒന്നിലധികം ബലാത്സംഗ കേസിൽ പ്രതി. എന്നിട്ടും സർക്കാരിൻ്റെ പൊതുപരിപാടിയിൽ അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് വേടനെ റാപ്പ് പാടാൻ അനുവദിച്ചത് റാപ്പിൽ കൂടി സവർണനെ തെറി വിളിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ മലയാളിക്ക് കഴിയും. അതുകൂടാതെ വേടനെ വെച്ച് ഈ പുതിയ തലമുറ പഠിക്കണം പോലും. നന്നായി പഠിക്കാൻ ഒരു ദളിതന് കഴിയില്ല, അത് ദളിതൻ്റെ DNA ഇല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ദളിതരെ മുഴുവൻ അപമാനിച്ചതാണോ പുതിയ തലമുറ പഠിക്കേണ്ടത്? അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെട്ടതാണോ നമ്മുടെ പുതിയ തലമുറ പഠിക്കേണ്ടത്? അതുമല്ലാതെ റാപ്പ് ഗാനത്തിലൂടെ ജാതീയത ചവച്ചരച്ച് സവർണർക്കെതിരെ തെറിവിളി തുപ്പുന്നതാണോ നമ്മുടെ പുതുതലമുറ പഠിക്കേണ്ടത്? ഇനി അതുമല്ലെങ്കിൽ തൻ്റെ പ്രശസ്തി മുതലെടുത്തുകൊണ്ട് സ്വന്തം സമുദായത്തിലെ യുവതികളെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി പ്രതിയാക്കപ്പെട്ടതാണോ പുതിയ തലമുറ പഠിക്കേണ്ടത്? എന്തായാലും വേങ്ങാറുമൂടിൽ നടത്തിയ ഈ വേടൻ്റെ ഷോ കാണാൻ 10,000 ആളുകൾ വരുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷയുണ്ടായിരുന്നത്. എന്നാൽ സംഘാടകരുടെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് 10,000 പോയിട്ട് 1000 പോലും വേടൻ്റെ പാട്ട് കേൾക്കാൻ എത്തിയില്ല, അല്ലെങ്കിൽ ആസ്വദിക്കാൻ എത്തിയില്ല. സത്യത്തിൽ വേടനൊരു കേസിലകപ്പെട്ടപ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്ത് വേടന് അനുകൂലമായി സംസാരിക്കേണ്ടി വന്ന സംഘാടകരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടിയെയും പ്രബുദ്ധത കൂടിയ മലയാളികളെയും കണ്ടാൽ മതി വേടൻ്റെ റേഞ്ച് എന്താണെന്ന് അളക്കാൻ.
ഏത് രീതിയിലാണെന്ന് അറിയാം. വായിൽ തോന്നുന്ന ആഭാസം പാട്ടിൻ്റെ രീതിയിൽ പാടുന്നത് എല്ലാ കാലവും എല്ലാവരും കേട്ടു നിൽക്കുമെന്നാണ് കരുതിയിരിക്കുന്നത്. വേങ്ങാറ് മൂടിലെ ജനങ്ങൾ ഒഴിവാക്കിയതുപോലെ ഒരു നാൾ കേരളത്തിലെ ജനങ്ങളും വേടൻ എന്ന റാപ്പ് ഗായകനെ ഒഴിവാക്കിയിരിക്കും. കാരണം ഇങ്ങനെ ചവറ്റുകൂട്ടിയിൽ എറിയപ്പെട്ട എത്രയോ മഹാന്മാരും മഹതികളും ജീവിക്കുന്ന രക്തസാക്ഷിയായി നമുക്കിടയിൽ ജീവിക്കുന്നു. രാവണനെ അറിയുകയും എന്നാൽ രാമനെ അറിയാൻ പാടില്ലാത്ത കഞ്ചാവ് കേസിൽ പ്രതിയായ ഒന്നിലധികം പെൺകുട്ടികളെ ലൈംഗിക ദാരിദ്ര്യത്തിന് വിധേയരാക്കി പീഡനക്കേസിൽ പ്രതിയായ വേടൻ്റെ ഈ പരിപാടി ഒഴിവാക്കിയ വേങ്ങാർ മൂടിലെ അഭിമാനികളായ മലയാളികൾക്ക്, ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് നല്ലൊരു നമസ്കാരം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നൊരു കഥ എല്ലാവർക്കും ജയ് ഹിന്ദ്.